CIC-യുടെ മുന്നിൽ അബ്ദുൽ ഹക്കീം ഫൈലി ഉണ്ടാകുന്ന കാലത്തോളം സമസ്തക്കത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചത്, ആ പ്രഖ്യാപനം ഇന്നും നിലനിൽക്കുന്നു. ഇൻഷാ അല്ലാഹ് സമുദായത്തിന്റെ നേതാക്കൾ, ഉമ്മത്തിന്റെ നേതാക്കൾ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളുകൾ, സമസ്തയുടെ നേതാക്കളും കൂടിയെടുത്ത ചില തീരുമാനങ്ങളുണ്ട്. ഒരുപാട് ചർച്ച ചെയ്തിട്ടാണ് എടുത്തത്. ആ തീരുമാനങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ കൂടിയിരുന്നു കൊണ്ട് അംഗീകരിക്കുമെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയതാണ്. പിന്നീടും പല വാഗ്ദാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയും നൽകാൻ, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധ്യമല്ല എന്നത് അത് വസ്തുതയാണ്. അത് റബ്ബിനെ ഭയപ്പെട്ടതുകൊണ്ടാണ്, റബ്ബിനോടുള്ള ഭയപ്പാട് ആരും സമസ്തയെ പഠിപ്പിച്ചു തരേണ്ടതില്ല. അതുകൊണ്ട് ആ തീരുമാനം നമുക്കിവിടെ നടപ്പിലാക്കണം. തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ വളരെ വിനയത്തോടെ പറയുകയാണ്. ആ സമസ്തയുടെ തീരുമാനം നടപ്പിലാക്കി ആ സംവിധാനം സമസ്തയുടെ മക്കൾ അവരുടെ ഊർജം, അവരുടെ സമ്പത്ത്, അവരുടെ എല്ലാം വഴിച്ചു വളർത്തിക്കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അതിവിടെ നിലനിൽക്കണമെന്ന് തന്നെയാണ് സമസ്തയുടെ മക്കൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് സമസ്ത പറയുന്നത് അനുസരിച്ചു കൊണ്ടാവണം, സമസ്തയുടെ തീരുമാനങ്ങളെ അംഗീകരിച്ചു കൊണ്ടാവണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വളരെ കൃത്യമായ നിലപാട് മഹാന്മാരായ അംബിയായിനെ, അവരുടെ ഇസ്മത്തിനെ, അവരുടെ ബഹുമാനത്തെ, അവരുടെ മഹത്വത്തെ ഇകഴ്ത്തുന്ന ഒരു സംഗതിയും ഒരു മുസ്ലിമായ മനുഷ്യനിൽ നിന്നുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈമാനിനെ ബാധിക്കുന്നതാണ്, അത് തൗഹീദിനെ ബാധിക്കുന്നതാണ്, അത് അവന്റെ പാരത്രിക ജീവിതത്തെ ബാധിക്കുന്നതാണ്. അത്